വസീഫ് ഇവിടെ തീരെ നിരർത്ഥകമായ വാദങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രകടമായി പാർട്ടിയുടെ ഒരു ജില്ലാ ഭാരവാഹികൾ തൊട്ട് പ്രതിയായ ഒരു കൊലപാതക കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് വസീഫ് ഇവിടെ പറയുന്നത്. വസീഫ് ഇവിടെ ഏതോ മലപ്പുറത്തെ ഏതോ പേരുകളൊക്കെ പറഞ്ഞ് ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊന്നും ഉത്തരമില്ല. കാരണം നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചിട്ട് പോലും ഇതൊക്കെ ആര് ആലോചിച്ച് എവിടെ പ്ലാൻ ചെയ്താണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇന്ന് ഒരു CPM MLA മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണ് അയാൾ DYFI പ്രവർത്തകനാണ്, വസീഫാണ് കഞ്ചാവ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിലർത്ഥമില്ല. ഞാൻ അങ്ങനെ പറയുന്നതും ശരിയല്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കപ്പുറം പ്രകടമായി പ്രതിപ്പട്ടികയിൽ CPM നേതാക്കന്മാർ പ്രതിപ്പട്ടികയിൽ വന്ന കേസുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ വധക്കേസ് വ്യക്തമായി CPM നേതാക്കന്മാർ, ഏരിയ സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കും പ്രതിപ്പട്ടികയിൽ വന്നു. അവർ ശിക്ഷ അനുഭവിച്ചു, അവരെ ശിക്ഷിച്ചു. എന്താണ് CPM നയം? CPM പറയുന്നത് ഇന്നും TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി കുറ്റക്കാരല്ല എന്ന, ഈ നേതാക്കന്മാർ കുറ്റക്കാരല്ല എന്ന. അതുകൊണ്ടാണ് CPM ആ പ്രതികൾക്ക് വേണ്ടി ഇന്നും നിലകൊള്ളുന്നത്, ആ പ്രതികളുടെ കല്യാണം നടത്താൻ പോകുന്നത്, ആ പ്രതികളുടെ നൂലുകെട്ടിന് പോകുന്നത്, ആ പ്രതികൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ജയിലിൽ ഒരുക്കി കൊടുക്കുന്നത് ഈ CPM ആണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കൊലപാതകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഷുഹൈബിന്റെ വധക്കേസിൽ വ്യക്തമായി ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം വെട്ടിയത് ആകാശ് തില്ലങ്കേരിയാണെന്നറിയാം. ഈ ആകാശ് തില്ലങ്കേരിക്ക് അവാർഡ് കൊടുത്തത് ആരാ? ഇവരുടെ യുവജന കമ്മീഷന്റെ ചെയർമാനായ ഷാജറാണ്. ആ ആകാശ് തില്ലങ്കേരിക്ക് സ്വർണ്ണക്കള്ളക്കടത്തിന്, മയക്കുമരുന്ന് കടത്തിന്, വേണ്ടാത്ത എല്ലാ പണിക്കും അവിടെ പിന്തുണ കൊടുക്കുന്നത് ആരാ? ഇതേ CPM DYFI-യുമാണ്. അപ്പോൾ നിങ്ങൾ ഈ കൊലപാതകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ ആരാണ് പീതാംബരൻ? ഇദ്ദേഹം ഒരു പീതാംബരന്റെ പേര് പറഞ്ഞല്ലോ. ആരാണ് പീതാംബരൻ? പീതാംബരൻ CPM നേതാവല്ലേ? പീതാംബരൻ ഈ കേസിലെ പ്രതിയല്ലേ? ശിക്ഷിക്കപ്പെടാൻ പോകുന്ന വ്യക്തിയല്ലേ? ആരാണ് ഇതിനകത്ത് രാഘവൻ? ആരാണ് KV കുഞ്ഞിരാമൻ? നിങ്ങളുടെ പീതാംബരന്റെ ഭാര്യ, വളരെ ഭാര്യ ആ സംഭവത്തിൽ പീതാംബരൻ അറസ്റ്റിലാകുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? പാർട്ടി അറിയാതെ, അല്ലെങ്കിൽ പാർട്ടി അറിയാതെ പീതാംബരൻ ഇത് ചെയ്യില്ല എന്നൊരു പ്രസ്താവന അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ തെക്കൻ മേഖല ജാഥ നടത്തുന്ന സമയമാണ്. അദ്ദേഹം പറഞ്ഞത് ഭാര്യയോട് ചിലപ്പോൾ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പീതാംബരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് പാർട്ടിക്ക് അറിയില്ല എന്നാണ് അന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതായത് വ്യക്തിപരമായി പീതാംബരൻ നടത്തിയ ഒരു കൊലപാതകം അത് പാർട്ടിയുടെ തലയിൽ വെക്കുകയാണ് എന്നടക്കം കാര്യം പറഞ്ഞു. പിന്നീട് 2021 പീതാംബരന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ തോതിൽ സമരം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇങ്ങനെ പലതരത്തിൽ സുപ്രീം കോടതിയിൽ പോയി CBI അന്വേഷണത്തിനെതിരെ നിയമയുദ്ധം ചെയ്ത് അതിനുവേണ്ടി ശ്രമിക്കുന്നത്, ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച ആൾക്ക് ജോലി കൊടുത്തത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, പണം കൊടുത്തു എന്നൊരു ആരോപണം ഇടയ്ക്കുണ്ടായിരുന്നു പീതാംബരന്റെ കുടുംബത്തിന്. പണം കൊടുത്തു, അതിനുശേഷമാണ് അവർ ഇനിയൊന്നും പറയാനില്ല എന്ന നിലപാടെടുത്തത് എന്നൊരു ആരോപണം അതിനിടയിൽ വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സെറ്റിൽമെന്റുകൾക്കുള്ള ശ്രമം അന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ വ്യക്തമാണല്ലോ. CPM സംബന്ധിച്ചിടത്തോളം പാർട്ടി അറിയാതെ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഞാൻ TP ചന്ദ്രശേഖരൻ വധക്കേസും ഷുഹൈബിന്റെ വധക്കേസും ഈ കേസും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പറയാൻ വന്ന കാര്യം അത് തന്നെയാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് അരിയിൽ ഷുക്കൂറിനെ പരസ്യമായി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയത്. പാർട്ടി നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊലയാളി പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ കോൺഗ്രസിനെതിരെ ഏതൊക്കെ ആരോപണം ഉന്നയിച്ചാലും ആ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒരു നേതാക്കന്മാരെ പോലും പ്രതികർക്കാൻ പറ്റിയിട്ടില്ല എന്നേ, ഒരു ഗൂഢാലോചന കേസും വന്നിട്ടില്ല എന്നേ. ഇവിടെ ഏതോ ചീമേനിയിലെ കേസൊക്കെ, ചീമേനിയിലെ കേസൊക്കെ പറയുമ്പോൾ എൻ്റെ വസീഫ, ഇവിടെ ആർക്കും അൽഷിമേഴ്സ് വന്ന് ഓർമ്മക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ചീമേനിയിൽ എന്താ സംഭവിച്ചേ ഈ ജനങ്ങൾ അറിയാൻ വേണ്ടി പറയാം. ചീമേനി അതുപോലെ തന്നെ കയ്യൂർ രണ്ട് പ്രദേശമാണ്. ചീമേനി കോൺഗ്രസിന് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ കയ്യൂർ CPM സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയ ആണ്. തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബൂത്തിൽ ആളുകളെ ഇരുത്തില്ല. അങ്ങനെ ആ പ്രാവശ്യം ഒരു സെറ്റിൽമെന്റ് നടത്തി. ചീമേനിയിലേക്ക് CPM ഏജന്റ് വരട്ടെ, കയ്യൂരിലേക്ക് കോൺഗ്രസിന്റെ ഏജന്റ് പോകട്ടെ, അവർ ബൂത്തിൽ ഇരിക്കട്ടെ. പക്ഷെ കയ്യൂരിലേക്ക് പോയ കോൺഗ്രസിന്റെ ഏജന്റായ പുലാമന്തോൾ കൃഷ്ണൻ തിരിച്ചു വന്നില്ല. തിരിച്ചു വരാത്തതിന്റെ കാരണം CPM-കാർ ആ ബൂത്തിലിട്ട് കൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തി. ആ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ റിട്ടാലിയേഷനാണ് ചീമേനിയിൽ ഉണ്ടായത്. അതിന്റെ റിട്ടാലിയേഷൻ വീണ്ടും ഉണ്ടായി. വസീഫ് അങ്ങനെ ഓർമ്മക്കുറവ് ബാധിച്ച് ഇവിടെ അൽഷിമേഴ്സ് ബാധിച്ച പോലെ ഒന്നും ഇരിക്കണ്ട. ഓർമ്മകൾ ആരും ടൂർ പോയിട്ടൊന്നുമില്ല. കാരണം എന്താ? വീണ്ടും ജോസ് 3 പേരെയാണ് ആ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന 3 പേരെ വീണ്ടും CPM-കാർ കൊലപ്പെടുത്തി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചീമേനിയിലെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് വസീഫെ?
അത് മാത്രമല്ല ഇപ്പൊ ഇദ്ദേഹം കുറെ നേരമായി ഷിബിന്റെ കേസ് പറയുന്നുണ്ടല്ലോ. ആരാണ് വസീഫ്? അസ്ലമാരാ? കോഴിക്കോട് നിന്നുള്ള ആളാണല്ലോ വസീഫ്. അസ്ലമാരാ? അസ്ലമിനെ കൊലപ്പെടുത്തിയതാരാ? അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ റിട്ടാലിയേഷന്റെ കഥകൾ വേറെ, അത് വൈകാരികമായ റിട്ടാലിയേഷൻ ഉണ്ടാവും. പക്ഷേ നേതൃത്വം അറിഞ്ഞുകൊണ്ട്, പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്ത കേസുകളാണ്. അത് ഷുഹൈബിന്റെ കേസായിക്കോട്ടെ, ഈ കൃപേഷ് ശരത്ലാൽ കേസായിക്കോട്ടെ, TP ചന്ദ്രശേഖരന്റെ കേസായിക്കൊള്ളട്ടെ, അരിയിൽ ഷുക്കൂറിന്റെ കേസായിക്കോട്ടെ, നേതൃത്വം നേരിട്ടറിഞ്ഞ് പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി ഒളിച്ചിരുന്ന് ചെയ്തതാണ്. അതാണ് ഈ കൃപേഷ് ശരത്ലാൽ കേസിൽ. ഇത് വെറുതെ ഒരു സംഘർഷത്തിലാണോ ഇതുണ്ടാകുന്നത്? സംഘർഷത്തിലല്ല. 3 ഇടത്ത് വെച്ച് ഗൂഢാലോചന നടത്തി. അവസാന ഗൂഢാലോചനയും കഴിഞ്ഞ് ഇവർ ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു കുറെ അധികം ആളുകൾ. 2 പേരെ ഇവർ അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് നോക്കാൻ വേണ്ടി 2 പേരെ നിർത്തി. ആ 2 പേർ ഇവർ ഉത്സവ കമ്മിറ്റി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഇവർ കൃത്യമായി മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 8 വരെ പ്രതികൾ, പീതാംബരൻ ഉൾപ്പെടെ, താങ്കൾ പറഞ്ഞ CPM നേതാവ് പീതാംബരൻ ഉൾപ്പെടെ, അവർ അവിടെ വെട്ടിക്കൊലപ്പെടുത്തി. 2 പേരെയും അതിമാരകമായി. A4 അനിൽ വെട്ടിക്കൊലപ്പെടുത്തി. അയാളുടെ ദേഹത്ത് നിന്ന് കിട്ടിയ രക്തവും കൃപേഷിന്റെ ശരത്ലാലിന്റെ രക്തവും ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. അതാണ് CBI വന്നിട്ട് തെളിയിച്ചത്. നേരത്തെ ക്രൈംബ്രാഞ്ചിന് ആ തെളിവുണ്ടായിരുന്നില്ല. അത് വസീഫിനറിയോ? ഇവിടെ ആ ആയുധങ്ങളും മുറിവും തമ്മിലുള്ള ടാലി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം വെച്ച് കോടതിയിൽ പോയായിരുന്നെങ്കിൽ ഈ കേസിലെ 1 മുതൽ 8 വരെ പ്രതികളും ഇന്നിപ്പോ വീട്ടിൽ പോയിക്കൊണ്ടേനെ. അവരെ ശിക്ഷിക്കില്ലായിരുന്നു. CBI കുറ്റപത്രം എന്ന് ഫോറൻസിക് പരിശോധനയിൽ പുനർപരിശോധന നടത്തി, തിരുത്തു വരുത്തി, ഫോറൻസിക് പരിശോധന വീണ്ടും നടത്തിയപ്പോഴാണ് ഈ കേസ് തെളിയുന്നത്. അതാണ് CBIയുടെ പ്രത്യേകത. അത് മാത്രമല്ല 4 പേരെ പുതിയതായി ചേർത്തു. ആ പുതിയതായി ചേർത്തവരെ പ്രോസിക്യൂഷൻ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഒരു കാര്യം പറ, ഒരു ഇത്രയും മാരകമായ കൊലപാതകം നടന്നു, 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തി. ആ ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ MLAയും ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും അവരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ? ഞങ്ങളിനെ പൊട്ടന്മാരാണോ വസീഫെ? അല്ല, അത് ഉണ്ടാകുന്ന സമയത്ത് പോയി വർത്താനം ഇതെന്താ? എന്ത് ന്യായീകരണമാണെന്ന് ഈ പറയുന്നത്? എന്ത് തോന്നിവാസം വന്ന് ഇങ്ങ് പറയാന്നാണോ വിചാരിക്കുക? എന്നിട്ട് ഇവിടെ വന്ന് അങ്ങ് ന്യായീകരിക്കുകയാണ്, ചിരിക്കുകയാണ്. കൊലച്ചിരിയാണ് വസീഫെ. ഈ കൊലച്ചിരി ഇതുപോലെ തന്നെയായിരുന്നു ത്രിപുരയിലും ബംഗാളിലും ഒക്കെ. അവിടുത്തെ DYFIക്ക് നേതാക്കന്മാർ ഈ കൊലച്ചിരിയാ ചിരിച്ചേ. അവസാനം മുച്ചൂടും മുടിഞ്ഞ് ആ DYFI നേതാക്കന്മാരൊക്കെ പെരുമ്പാവൂർ പൊറോട്ട അടിച്ചിരിക്കുന്നുണ്ട്. ആ ഗതി വസീഫിന് വരാതിരിക്കട്ടെ.